കാട്ടാന ഭീതി ഒഴിയാതെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങൾ. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഭീതി പരത്തുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 7-ാം ബ്ലോക്കിലെ ബിനു തോയൻ എന്നയാളുടെ വീട്ടുമുറ്റത്തും പറമ്പിലും 5ഓളം ആനകളാണ് എത്തിയത്. ബിനുവിന്റെ കൃഷിയെല്ലാം കാട്ടാനകൾ നശിപ്പിക്കുന്നത് കണ്ണുകൊണ്ട് നോക്കി നിൽക്കാൻ മാത്രമേ അവർക്കായുള്ളൂ. വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്തുന്നതുവരെ കാട്ടാനകൾ ബിനുവിന്റെ വീടിനു ചുറ്റും താണ്ഡവമാടി. മേഖലയിൽ പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം നിത്യസംഭവമാണ്. 7-ാം ബ്ലോക്കിലെ വയനാടൻ മേഖല എന്നറിയപ്പെടുന്ന പ്രദേശം പട്ടയം വിതരണം ചെയ്തതാണെങ്കിലും അവിടെ താമസക്കാർ ഇല്ലാത്തതിനാൽ ആന നിന്നാൽ പോലും കാണാത്ത തരത്തിലുള്ള കാടായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് കാട്ടാനകൾ തമ്പടിക്കുന്നതെന്നും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങി വലിയ നാശമുണ്ടാക്കുന്നതെന്നും ബിനു പറയുന്നു. ആനനെ കൊണ്ട് ഒരു രക്ഷയില്ല, ജീവിക്കാൻ പോലും മാർഗം ഇല്ലാത്ത അവസ്ഥയാണ്. വല്ലാത്ത ദുരിതം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിക്ക് ഒരു 6-7 മണിയായപ്പോൾ തന്നെ എൻ്റെ ചെറുക്കൻ ഞങ്ങൾ കടയടച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ സൈക്കിളെടുത്ത് അവൻ വീട്ടിലേക്ക് പോവുക. അപ്പോൾ വീട്ടിൽ ചെന്ന് അവിടെ ചെറിയൊരു ഒച്ച കേട്ട് അവൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് കഥ തുറന്ന് ലൈറ്റ് എടുത്തടിച്ച് നോക്കുമ്പോൾ 5-6 ആനകളാണ് പറമ്പിലത്ത് ഉണ്ടായത്. അപ്പോൾ അവൻ പെട്ടെന്ന് മിഷൻവാളുണ്ടായിരുന്നു, ഇതെടുത്ത് ഷാട്ടാക്കി കുറച്ചങ്ങോട്ട് മാറി. ആ മിഷൻവാളിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാനും കടയിൽ നിന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കൊണ്ട് ഓടിച്ചിട്ടൊന്നും പോകുന്നില്ല. അന്നേരത്തേക്ക് തന്നെ ഈ ഇതാക്കിയിട്ട് വാഴയെല്ലാം ഒഴിച്ചതിൻ്റെ വീട് ഡവറെല്ലാം പൊട്ടിച്ചതിൻ്റെ വീട് ആ മരം അങ്ങോട്ടേക്ക് മാറി, മിഷൻവാളാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറി. പിന്നെ അപ്പോൾ അവിടെ ആറാട്ടിക്കാരെ വിളിച്ച് ആറാട്ടിക്കാർ അന്നേരം തന്നെ വന്നാട് അവർ വടക്കം പൊട്ടിച്ച് കുറച്ചങ്ങ് മാറിയിട്ട് ആ വീടിൻ്റെ മുമ്പിലേക്ക് നമ്മളെ വീടിൻ്റെ മുകേശം കുറച്ച് കാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് മാറി കഴിഞ്ഞിട്ട് അവരങ്ങ് പടക്കം പൊട്ടിച്ച് അവരങ്ങോട്ട് അപ്പുറത്തേക്ക് അവരങ്ങോട്ടേക്ക് പോയതിനു ശേഷം ഞാനൊരു 12 മണി വരെ ഞാൻ നോക്കി. അപ്പോൾ അപ്പുറത്തും ഇവിടുന്നല്ലായിട്ട് ഒച്ചയായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് പിന്നെ ഒരു 12 മണി വരെ ഞാൻ നോക്കിയിട്ട് അപ്പോൾ കുറച്ചങ്ങ് മാറിയതിന് ശേഷം ഞാൻ കിടന്ന് ഒരു 2 മണിയായപ്പം വീണ്ടും ആ കൂട്ടങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ പറമ്പിലേക്ക് കയറിയിട്ട് എൻ്റെ പട്ടിക്കൂട് അടക്കം മൊത്തം അടിച്ച് മൊത്തം കളഞ്ഞു. അത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഒന്നും ഇല്ലാണ്ടായി പട്ടിക്കൂട്. ഈ കാട് വെട്ടിത്തെളിക്കാൻ തീരുമാനമുണ്ടെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ എല്ലാ ബ്ലോക്കുകളിലും ആറളം കാർഷിക ഫാമിലും നിരവധി കാട്ടാനകളുടെ സാന്നിധ്യം നിലനിൽക്കുകയാണ്. ഇവറ്റകളെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് വാച്ചർമാരും ഉദ്യോഗസ്ഥരും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം ലഭിക്കുന്നില്ല. എത്രയും വേഗം ആനപ്രതിരോധ മുതൽ പൂർത്തീകരിച്ച് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തി ആവശ്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 7-ാം ബ്ലോക്കിൽ താമസിക്കുന്ന ബിനു തോയൻ എന്നയാളുടെ വീടിന് ചുറ്റും കാട്ടാനകൾ താണ്ഡവമാടുകയാണ്. പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ മേഖലയിൽ ഉള്ളത് എന്ന് ബിനു നമ്മളോട് പറയുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കാട്ടാനകളെ ഓടിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പക്ഷേ പല സ്ഥലങ്ങളിലും കാട് കയറി മൂടിയ അവസ്ഥയിലായതിനാൽ ഈ കാട്ടിലേക്ക് ആനകൾ ഓടിമറയുകയും അവിടെ തമ്പടിക്കുകയും പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിലിറങ്ങി ഭീതി പരത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് ബിനു പറയുമ്പോൾ കേട്ടു നിൽക്കുകയല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഈ മേഖലയിൽ താമസിക്കുന്ന മിക്കവാറും ആളുകളുടെ കുടുംബങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. നമ്മൾ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യേണ്ടതുമുണ്ട്. അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധ കൂടുതലായി ഈ ഭാഗത്തേക്ക് ഉണ്ടാവണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ട് ആ മേഖലയിലേക്ക് അധികൃതരുടെ ഒരു കൂടുതലായുള്ള ശ്രദ്ധയില്ല എന്നല്ല ഇപ്പോൾ പറയുന്നത്, കൂടുതലായുള്ള ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആറളം ഫാമിൽ നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്.
LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാവുമ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തടുത്ത. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ? മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.